അളവിൽ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് പലർക്കും അറിയില്ല. നമ്മൾ ഇന്നിവിടെ ഈ പ്രോട്ടീൻ പാരഡോക്സിന്റെ പിറകെയാണ് പോകുന്നത്. നമ്മുടെ കോശങ്ങൾ എങ്ങനെയാണ് ഒരു ഫാക്ടറി പോലെ പ്രവർത്തിക്കുന്നത്? പ്രോട്ടീൻ ശരീരത്തിൽ അധികമായാൽ എന്താണ് അപകടം? വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരാൾക്ക് എല്ലാ പ്രോട്ടീനും ലഭിക്കുമോ? ആരോഗ്യത്തോടെ ഇരിക്കാൻ എത്ര പ്രോട്ടീൻ എങ്ങനെ കഴിക്കണം? നമുക്കൊന്ന് വിശദമായി നോക്കാം. ശരീരത്തിന് പ്രോട്ടീൻ അത്യാവശ്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. പക്ഷേ അതിന്റെ അളവും കഴിക്കുന്ന രീതിയും തെറ്റിയാൽ അത് ശരീരത്തിന് വലിയ ദോഷം ചെയ്യും. നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പുമൊക്കെ ശരീരം എന്ന കാർ ഓടാനുള്ള പെട്രോൾ ആണെങ്കിൽ പ്രോട്ടീൻ ആ കാറിന്റെ എഞ്ചിനാണ്, അതിന്റെ ഡോറുകളാണ്, കാറിന്റെ ഘടന തന്നെയാണ്. ശരീരത്തിന് ഊർജം നൽകുക എന്നതല്ല, ശരീരത്തെ നിർമ്മിക്കുക എന്നതാണ് അതിന്റെ യഥാർത്ഥ ജോലി. ഇനി നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും ഒരു വലിയ ഫാക്ടറിയായി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ ഫാക്ടറിയിലെ യന്ത്രങ്ങൾ, ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈമുകൾ, ചർമ്മം, മുടി, കൂടാതെ ഉറക്കത്തെയും മാനസികാവസ്ഥയെയും നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ വരെ നിർമ്മിച്ചിരിക്കുന്നത് ഈ പ്രോട്ടീനുകൾ കൊണ്ടാണ്. ഈ കോശങ്ങളുടെ ഫാക്ടറിയിൽ ഒരു വലിയ ലോക്കർ റൂം ഉണ്ട്. അവിടെയാണ് DNA സൂക്ഷിച്ചിരിക്കുന്നത്. അതാണ് ആ ഫാക്ടറിയുടെ മാസ്റ്റർ ബ്ലൂ പ്രിന്റ്. ഹോർമോണും എൻസൈമും ഒക്കെ എങ്ങനെ നിർമ്മിക്കണം എന്നതിന്റെ പ്ലാൻ ആ DNA-യിലാണ് ഉള്ളത്. എന്നാൽ DNA ആ ലോക്കർ റൂമിൽ നിന്ന് ഒരിക്കലും പുറത്തു വരില്ല. അതവിടെ സുരക്ഷിതമായിരിക്കും. പകരം ആ പ്ലാനിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് ഫാക്ടറിയിലേക്ക് അയക്കും. ഈ ഫോട്ടോ കോപ്പിയെയാണ് നമ്മൾ mRNA എന്ന് വിളിക്കുന്നത്. ഈ മെസ്സഞ്ചർ നേരെ ഫാക്ടറിയിലെ വലിയ യന്ത്രങ്ങളുടെ അടുത്തേക്ക് പോകും. റൈബോസോംസ് എന്ന് വിളിക്കുന്ന ഈ ഹെവി മെഷീനറികൾ ശരിക്കും ഒരു 3D പ്രിന്റർ പോലെ പ്രവർത്തിക്കുന്നു. mRNA നൽകുന്ന നിർദ്ദേശങ്ങൾ വായിച്ച് ഇവ പ്രോട്ടീൻ നിർമ്മിക്കും. ഈ നിർമ്മാണ പ്രക്രിയയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളെ അമിനോ ആസിഡുകൾ എന്ന് വിളിക്കുന്നു. ഇതിനെ കുട്ടികൾ കളിക്കുന്ന ലെഗോ കളിപ്പാട്ടങ്ങളുടെ ചെറിയ ബ്ലോക്കുകൾ പോലെ സങ്കല്പിക്കാം. അവ എത്തിച്ചു കൊടുക്കുന്നത് tRNA എന്ന ഡെലിവറി ട്രക്കുകളാണ്. ദഹന പ്രക്രിയയിലൂടെ നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീനുകളാണ് അമിനോ ആസിഡുകളായി മാറുന്നത്. ആകെ 20 തരം അമിനോ ആസിഡുകളാണുള്ളത്. ഈ 20 ബ്ലോക്കുകൾ പല രീതിയിൽ അടുക്കി വെച്ചാണ് ലക്ഷക്കണക്കിന് വ്യത്യസ്ത പ്രോട്ടീനുകൾ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നത്. ഈ 20 ലെഗോ ബ്ലോക്കുകളിൽ 11 നമ്മുടെ ശരീരത്തിന് സ്വയം നിർമ്മിക്കാൻ കഴിയും. ബാക്കി 9 ശരീരത്തിന് സ്വയം നിർമ്മിക്കാൻ കഴിയില്ല. അവ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. ഇനി സസ്യങ്ങളിൽ നിന്നുള്ള പ്രോട്ടീൻ അപൂർണമാണെന്നും ഈ 9 ബ്ലോക്കുകളും ലഭിക്കണമെങ്കിൽ മാംസാഹാരം തന്നെ കഴിക്കണമെന്നും പലരും പറയാറില്ലേ? അതൊരു തികഞ്ഞ അശാസ്ത്രീയമായ വാദമാണ്. സസ്യങ്ങളിൽ പ്രോട്ടീൻ കുറവാണെന്നല്ല, ചില സസ്യങ്ങളിൽ ആ 9 അമിനോ ആസിഡുകളും ഒരുമിച്ച് കാണില്ല എന്നതാണ് കാര്യം. ഉദാഹരണത്തിന് അരിയിലും ഗോതമ്പിലും ലൈസിൻ എന്ന അമിനോ ആസിഡിന്റെ അളവ് കുറവായിരിക്കും. എന്നാൽ പയർവർഗ്ഗങ്ങളിൽ ഈ ലൈസിൻ ധാരാളമുണ്ട്. ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുമ്പോൾ ആ കുറവ് പരിഹരിക്കപ്പെടും. ബ്രൗൺ റൈസും പരിപ്പും, പുട്ടും കടലയും, ഇഡ്ഡലിയും സാമ്പാറും. നമ്മുടെ പൂർവികർക്ക് ഇതിനെപ്പറ്റി അറിയാമായിരുന്നു. അവർ അരിയും ഗോതമ്പും ഉപയോഗിച്ചപ്പോൾ പയർവർഗ്ഗങ്ങളും ഒപ്പം ചേർത്തത് ശാസ്ത്രീയമായിരുന്നു. ഇനി ഇവിടെ ഒരു സർപ്രൈസ്. പത്മശ്രീ ഡോക്ടർ ഖാദർവാലിയുടെ കണ്ടെത്തൽ അനുസരിച്ച് തിന, വരക്, ചാമ, കുതിരവാലി, ബ്രൗൺ ടോപ്പ് എന്നീ മില്ലറ്റുകൾ പതിവായി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ അമിനോ ആസിഡുകളും ശരിയായ അളവിൽ ലഭിക്കും. ശാസ്ത്രീയമായി നോക്കിയാൽ മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് പോസിറ്റീവ് ധാന്യങ്ങൾക്ക് നല്ല അമിനോ ആസിഡ് പ്രൊഫൈൽ ഉണ്ട്. എന്നാലും ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ഈ മില്ലറ്റുകൾക്കൊപ്പം പയർവർഗ്ഗങ്ങൾ ചേർക്കുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഈ ധാന്യങ്ങളെക്കുറിച്ചും അവയുടെ അതിശയകരമായ ഗുണങ്ങളെക്കുറിച്ചും മുൻപൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടിയതുകൊണ്ട് മാത്രമായില്ല, അത് ശരീരത്തിന് വേഗത്തിൽ വലിച്ചെടുക്കാനും കഴിയണം. സസ്യങ്ങളിൽ ഫൈറ്റിക് ആസിഡ് പോലെയുള്ള ചില ഘടകങ്ങളുണ്ട്. ഇവ ഈ പ്രോട്ടീനുകളെയും മിനറലുകളെയും തടഞ്ഞു വെക്കും. എന്നാൽ ഇഡ്ഡലി മാവ് ഉണ്ടാക്കുമ്പോൾ നടക്കുന്ന പുളിപ്പിക്കൽ പ്രക്രിയ വഴി ഈ ഘടകങ്ങൾ നശിക്കുകയും ആ ഡെലിവറി ട്രക്ക് പണി എളുപ്പമാകുകയും ചെയ്യുന്നു. ഇനി ഈ പ്രോട്ടീൻ ഇത്രയും നല്ലൊരു കാര്യമാണെങ്കിൽ നമ്മൾ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നതിനെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കോശങ്ങളിലെ ഈ ഫാക്ടറി 24 മണിക്കൂറും നിർത്താതെ പണിയെടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഫാക്ടറിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന MTOR എന്ന് വിളിക്കുന്ന മാനേജറുടെ കയ്യിലാണ്. വളരെ കർക്കശക്കാരനായ ഒരു കോൺട്രാക്ടർ. നിങ്ങൾ രക്തത്തിൽ ധാരാളം പ്രോട്ടീൻ എത്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലൂസിൻ എന്ന അമിനോ ആസിഡ് കാണുമ്പോൾ, ഈ കോൺട്രാക്ടർ തൊഴിലാളികളോട് പറയും, പണിയുക പണിയുക, പുതിയ കോശങ്ങൾ ഉണ്ടാക്കുക എന്ന്. പക്ഷേ എപ്പോഴും പണിതുകൊണ്ടിരുന്നാൽ മതിയോ? പുതിയ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയതും കേടായതുമായ മാലിന്യങ്ങൾ ആ ഫാക്ടറിയിൽ ബാക്കിയാകും. ഇങ്ങനെ തെറ്റായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ആ പ്രോട്ടീനുകളൊക്കെ അവിടെ അടിഞ്ഞുകൂടും. ഈ കോൺട്രാക്ടർ എപ്പോഴും നിർമ്മാണത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ ക്ലീനിങ് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീനിന്റെ അളവ് കുറയുമ്പോൾ മാത്രമാണ് കോൺട്രാക്ടർ ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ മാത്രമാണ് ശരീരം ക്ലീനിങ് മോഡിലേക്ക് മാറുന്നത്. ഈ പ്രക്രിയയാണ് ശാസ്ത്രീയമായി ഓട്ടോഫാജി എന്ന് വിളിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ഇതിനർത്ഥം സ്വയം ഭക്ഷിക്കുക എന്നാണ്. കോശങ്ങൾ സ്വന്തം ഉള്ളിലെ മാലിന്യങ്ങളെ വിഴുങ്ങി അവയെ വീണ്ടും ലെഗോ
ലെഗോ ബ്ലോക്കുകളാക്കി മാറ്റും. ഇതൊരു ഡീപ് ക്ലീനിങ് പ്രക്രിയയാണ്. രാവിലെ പ്രോട്ടീൻ ഷേക്ക്, ഉച്ചക്ക് ചിക്കൻ, വൈകുന്നേരം പ്രോട്ടീൻ ബാർ, രാത്രി വീണ്ടും മുട്ടയും പാലും. ഇങ്ങനെ ദിവസം മുഴുവൻ പ്രോട്ടീൻ കഴിച്ചാൽ ഈ ഓട്ടോഫാജി ഒരിക്കലും നടക്കില്ല. നിങ്ങൾ എപ്പോഴും ആ മാനേജറെ ഉണർത്തി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവഴി കോശങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ഈ മാലിന്യങ്ങളെ ശാസ്ത്രജ്ഞർ സോംബി സെൽസ് എന്നാണ് വിളിക്കുന്നത്. പ്രായമാകുന്നതിന്റെ ഏറ്റവും വലിയ കാരണവും ഇതാണ്. നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പും ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ശേഖരിച്ചു വെക്കാൻ കഴിയും. എന്നാൽ പ്രോട്ടീനിനെ അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ ശരീരത്തിന് യാതൊരു സംവിധാനവുമില്ല. നാം ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ പരമാവധി 20 മുതൽ 30 ഗ്രാം പ്രോട്ടീൻ മാത്രമേ ശരീരത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയൂ. ഒറ്റയടിക്ക് 80 ഗ്രാം പ്രോട്ടീനൊക്കെ കഴിക്കുമ്പോൾ അധികമായ ആ 50 ഗ്രാം ശരിക്കും നമ്മുടെ ശരീരത്തിന് ഒരു വലിയ ബാധ്യതയായി മാറുകയാണ്. ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഗ്ലൂക്കോസിന് കോശങ്ങൾക്കകത്ത് കയറണമെങ്കിൽ ഇൻസുലിൻ വന്ന് കോശങ്ങളുടെ വാതിൽ തുറന്നു കൊടുക്കണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ഈ അധികമുള്ള പ്രോട്ടീൻ ഇൻസുലിൻ റിസപ്റ്ററുകളെ, അതായത് ഫാക്ടറിയുടെ വാതിലുകളെ ബ്ലോക്ക് ചെയ്യും. ഇൻസുലിൻ വന്ന് മുട്ടിയാലും കോശങ്ങൾക്ക് വാതിൽ തുറക്കാൻ കഴിയില്ല. ഇത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂട്ടുകയും ഒടുവിൽ ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് നയിക്കുകയും ചെയ്യും. പ്രമേഹം വരാൻ മധുരം മാത്രം കഴിക്കണമെന്നില്ല. ഈ അമിത പ്രോട്ടീൻ വേറെ അവയവങ്ങളെയും ബാധിക്കും. അമിനോ ആസിഡുകളിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. ആദ്യം കരൾ ഇതിനെ അമോണിയ എന്ന വിഷവസ്തുവാക്കി മാറ്റും, പിന്നീട് യൂറിയയാക്കി മാറ്റും. അതിനുശേഷം വൃക്കകൾ ഈ യൂറിയ അരിച്ചു മാറ്റി യൂറിൻ വഴി പുറന്തള്ളണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനിലെ വലിയൊരു ഭാഗം ഇങ്ങനെ പുറന്തള്ളാൻ കരളിനും വൃക്കകൾക്കും രാപ്പകൽ അധ്വാനിക്കേണ്ടി വരും. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ചെയ്യുന്ന പലരും എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നു എന്ന് പറയാറുണ്ട്. ശരീരം ഈ മാലിന്യങ്ങൾ പുറന്തള്ളാൻ വലിയ ഊർജം ചെലവാക്കുന്നത് കൊണ്ടാണ് ഈ അകാരണമായ ക്ഷീണവും ദഹന പ്രശ്നങ്ങളും വയറുവീർക്കലും ഒക്കെ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് പ്രോട്ടീനിന്റെ അളവ് വളരെ കുറവായാൽ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടു പ്രോട്ടീനിന്റെ അളവ് കുറയുമ്പോൾ ശരീരം ഓട്ടോഫാജി എന്ന റീസൈക്ലിംഗ് പ്രോസസ് ആരംഭിക്കുമെന്ന്. കുറഞ്ഞ സമയത്തേക്ക്, അതായത് ഇടവിട്ടുള്ള ഉപവാസങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഓട്ടോഫാജി വളരെ നല്ലതാണ്. അത് കോശങ്ങളിലെ മാലിന്യങ്ങൾ നീക്കും. എന്നാൽ ദിവസങ്ങളോളമോ മാസങ്ങളോളമോ നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ കുറവാണെന്ന് കരുതുക. ഫാക്ടറിയിലെ പഴയ സാധനങ്ങളെല്ലാം വേഗത്തിൽ തീരും. പിന്നെ റീസൈക്കിൾ ചെയ്യാനൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഹൃദയം, തലച്ചോർ പോലുള്ള അവയവങ്ങളെ സംരക്ഷിക്കാനും ജീവൻ നിലനിർത്താനുമായി നിങ്ങളുടെ ശരീരം പേശികളെ പൊളിച്ച് അതിൽ നിന്ന് പ്രോട്ടീൻ എടുക്കാൻ തുടങ്ങും. ഇതുവഴി പേശികൾ മെലിയാൻ തുടങ്ങും. മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിന് അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാതെ വരികയും തലമുടി നിർമ്മിക്കാൻ പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ട് അത് കൊഴിയാൻ തുടങ്ങുകയും നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. കൂടാതെ ഹോർമോൺ ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് വൈകാരികമായ പ്രശ്നങ്ങളും ഉണ്ടാകും. അതുപോലെ പ്രതിരോധ കോശങ്ങളെ നിർമ്മിക്കാൻ കഴിയാത്തത് കൊണ്ട് എപ്പോഴും അസുഖങ്ങൾ വരും. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം? എത്ര പ്രോട്ടീനാണ് നമ്മൾ കഴിക്കേണ്ടത്? ശാസ്ത്രം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് 1 കിലോഗ്രാം ശരീരഭാരത്തിന് ഏകദേശം 0.8 മുതൽ 1 ഗ്രാം വരെ പ്രോട്ടീൻ മതി. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 60 കിലോ ഭാരമുണ്ടെങ്കിൽ ഒരു ദിവസം 50 മുതൽ 60 ഗ്രാം വരെ പ്രോട്ടീൻ മതിയാകും. കഠിനമായി അധ്വാനം ചെയ്യുന്നവർക്ക് ഇതിൽ കൂടുതൽ വേണ്ടി വന്നേക്കും. നമ്മുടെ ഫാക്ടറിക്ക് പ്രോട്ടീൻ എന്ന അസംസ്കൃത വസ്തു മാത്രം പോരാ, ആ ഫാക്ടറി പ്രവർത്തിക്കാൻ കറണ്ട് വേണം. അതാണ് നല്ല കാർബോഹൈഡ്രേറ്റുകൾ. വേസ്റ്റ് പുറത്തു കളയാൻ വെള്ളം വേണ്ടേ? അതിന് ധാരാളം വെള്ളം കുടിക്കണം. യോഗ, നടത്തം, വ്യായാമം എന്നിവയുടെ പ്രാധാന്യം ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. പിന്നെ നമ്മുടെ ക്ലീനിങ് ടീമിന് പണിയെടുക്കാൻ സമയം കൊടുക്കണം. അതിന് നല്ല ഉറക്കവും ആവശ്യമാണ്. അതെ, ദീർഘായുസിന്റെ യഥാർത്ഥ രഹസ്യം വില കൂടിയ സപ്ലിമെന്റുകളിലോ മാന്ത്രിക പൊടികളിലോ അല്ല. അത് നമ്മുടെ ശരീരത്തിന് സ്വയം വൃത്തിയാക്കാനും റിപ്പയർ ചെയ്യാനും നമ്മൾ കൊടുക്കുന്ന സമയത്തിലും സന്തുലിതമായ ജീവിത ശൈലിയിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രായോഗികമായി എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒരു ദിവസം 60 ഗ്രാം പ്രോട്ടീൻ വേണമെങ്കിൽ അത് ഒറ്റയടിക്ക് കഴിക്കരുത്. പകരം 3 നേരത്തെ ഭക്ഷണത്തിലായി 20 ഗ്രാം വീതം കഴിക്കുക. ഇത് ശരീരത്തിന് പ്രോട്ടീൻ എളുപ്പത്തിൽ ഉപയോഗിക്കാനും MTORനെ അനാവശ്യമായി ഉത്തേജിപ്പിക്കാതിരിക്കാനും സഹായിക്കും. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ ശരീരം ഒരുപാട് ജോലികൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. നിർമ്മാണം, വൃത്തിയാക്കൽ, ഊർജോൽപാദനം, മാലിന്യ നിർമ്മാർജ്ജനം ഇവയെല്ലാം ഒരുമിച്ച് കൃത്യമായ ബാലൻസിൽ നടക്കണം. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരു ദിവസം ഏകദേശം എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കുന്നുണ്ടാകും? നിങ്ങളുടെ ഉത്തരം താഴെ കമന്റ് ചെയ്യൂ. ഈ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനും മറക്കരുത്.